എന്ന് തീരുമാനിക്കുക എങ്ങനെയാണ്? ശരീരം വൃത്തിയുണ്ട് എന്ന് തീരുമാനിക്കുന്നത് ചെരുപ്പുമ്മക്ക് നോക്കിയിട്ടാണ്. ഇപ്പൊ നോക്കണ്ട പ്രശ്നമാവും. ഇപ്പൊ നോക്കണ്ട, അങ്ങനെയാണ് സംഭവം എന്ന് ഞാൻ പറഞ്ഞതാണ്. ഇപ്പൊ ആരും നോക്കണ്ട. ഒരാളുടെ ശരീരം വൃത്തിയുണ്ടോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത് അയാളെ ചെരുപ്പുമ്മക്ക് നോക്കിയിട്ടാണ് തീരുമാനിക്കുക. ചെരുപ്പ് വൃത്തിയുള്ളവന്റെ കാല് വൃത്തിയായിരിക്കും. കാല് വൃത്തിയുണ്ടെങ്കിൽ ശരീരം വൃത്തിയുണ്ടായിരിക്കും. അതുകൊണ്ട് ശരീരം വൃത്തിയുണ്ട് എന്നതിൻ്റെ മാനദണ്ഡം ചെരുപ്പ് വൃത്തിയുണ്ടോ എന്നതാണ്. വൃത്തിയുള്ള ചെരുപ്പ് ധരിക്കണം, വൃത്തിയാക്കിയിട്ട് ധരിക്കണം. അങ്ങനെ തന്നെ. അങ്ങനെ ഓരോന്നിനും അടയാളമുണ്ട്. എല്ലാറ്റിനും അടയാളമില്ലാത്ത ഒന്നുമില്ല. ദുന്യാവിലുമില്ല, ആഖിറത്തിലുമില്ല അടയാളമില്ലാത്ത. എല്ലാറ്റിനും അടയാളമുണ്ട് എന്നാണ്. ഇന്ന ഉമ്മത്തി യുദ്ഔന യൗമൽ ഖിയാമത്തി ഖുറം മുഹജ്ജലീന മിൻ ആസാരിൽ വുദൂ. എൻ്റെ ഉമ്മത്ത് ഖിയാമത്ത് നാളിൽ വരുമ്പോൾ മുഖവും കൈകാലുകളും വെളുത്തവർ എന്ന് വിളിക്കപ്പെടുന്നതാണ്. മിൻ ആസാരിൽ വുദൂ, വുദൂഇന്റെ അടയാളം. കാരണം ഒതുണ്ടാക്കിയ ആൾക്കാര് നിന്നെ ഈ വുദൂഇനെ ശരിക്കും ഈമാനുമേണ് ബന്ധിച്ചിട്ടുള്ളത്. അത്വഹാറത്തു മിനൽ ഈമാൻ, ശുദ്ധി ഈമാന്റെ ഭാഗമാണ് എന്ന് ഹബീബുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. വുദൂ ഈമാനുമേ കണക്ട് ചെയ്തിട്ടുള്ളതാണ്. വുദൂ ഈമാനുമേണ് കണക്ട് ചെയ്തത്. പരമാവധി സമയം വുദൂ ഉള്ളവരായിരിക്കണം. അല്ലെങ്കിൽ എല്ലാ പ്രധാനപ്പെട്ട വിഷയം ചെയ്യുമ്പോഴും വുദൂയോടുകൂടെ ചെയ്യണം. നിസ്കരിക്കാൻ മാത്രമല്ല വുദൂ. ഒരു കല്യാണ നിശ്ചയത്തിന് പോവുകയാണ്, ഒന്ന് വുദൂ ഉണ്ടാക്കിയാണ്ട് പോവുക. സൂപ്പർ മാർക്കറ്റ് തുറക്കാൻ വേണ്ടി പോവുകയാണ്, ജ്വല്ലറി തുറക്കാൻ വേണ്ടി പോവുകയാണ്, ഒന്ന് വുദൂ ഉണ്ടാക്കിയാണ്ട് പോവുക. എല്ലാ വിഷയങ്ങൾക്കും വുദൂ ഉണ്ടാക്കുന്ന ഒരു സ്വഭാവം നമ്മൾ കൊണ്ടുവന്നാൽ ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടാവും. വുദൂ ദായിമാക്കിയാലുള്ള ഏറ്റവും വലിയ ഗുണം വുദൂയോടുകൂടെ മരിക്കാം. എന്തായാലും അസ്രായേൽ വരുമല്ലോ. അസ്രായേൽ വരും. വന്നുകാണ്ട് അസ്സലാമു അലൈക്കും ഞാൻ അസ്രായേലാണെന്ന് പറയുമ്പോൾ ഒരു വുദൂവെങ്കിലും നമുക്കുണ്ടെങ്കിൽ ആ ഒരു ധൈര്യമെങ്കിലും ഉണ്ടാവും. ആയിക്കോട്ടെ, ഒന്നുമില്ലെങ്കിൽ ഒരു വുദൂ ഉണ്ടല്ലോ എന്നുള്ളൊരു ധൈര്യം. വുദൂ ദായിമാക്കിയാലുള്ള ഏറ്റവും വലിയ ഗുണം വുദൂയോടുകൂടെ മരിക്കാമെന്നതാണ്. രാവിലെ ഒടുക്കലൊക്കെ ഒന്ന് ഇറങ്ങുമ്പോൾ ഒരു വുദൂ ഉണ്ടാക്കിയാണ്ട് ഒന്ന് മൂത്രമൊഴിച്ച്, മൂത്രം നമ്മളെന്തായാലും ഒഴിക്കും, ഒരു വുദൂം കൂടി ഉണ്ടാക്കിയാണ്ട് ഇറങ്ങാൻ. അങ്ങനെ എല്ലാ പ്രധാന വിഷയങ്ങൾക്കും വുദൂ ചെയ്യാം. ഞാൻ വുദൂ ചെയ്തിട്ടാണ് പ്രസംഗിക്കാറുള്ളത്. വലുതാൻ വേണ്ടി പറഞ്ഞതല്ല. ഏത് സംഗതി നമ്മൾ ചെയ്യുമ്പോഴും ഒന്ന് വുദൂ ഉണ്ടാക്കിയാണ് ചെയ്താൽ അതിൻ്റെ ഒരു ഗുണം കാണും. എന്ത് സംഗതിയാണെങ്കിലും ചെറുതാവട്ടെ. ഒന്നുമില്ല, രാവിലെ പാടത്തേക്ക് നമ്മൾ വരമ്പെക്കാൻ വേണ്ടി പോവുകയാണ്, ഒരു വുദൂ ഉണ്ടാക്കിയാണ്ടാണ് പോവുക. കുറച്ച് കഴിഞ്ഞാൽ മുറി എന്നുള്ള പ്രശ്നമൊന്നുമല്ല. കുറച്ച് കഴിഞ്ഞാൽ മുറിയിലേന്ന് ചോദിച്ചാൽ മുറിഞ്ഞോട്ടെ അപ്പോഴല്ലേ. എന്നാലും ചെയ്യാൻ തുടങ്ങുമ്പോൾ ഒരു വുദൂ ഉണ്ടാക്കി കണ്ട് ചെയ്യാം. രാവിലെ ഓട്ടോറിക്ഷ